കൗമാരക്കാര് കാണേണ്ട പടം തന്നെയാണ്. പക്ഷേ പെൺകുട്ടികളുടെ അച്ഛൻ കാണേണ്ട പടമല്ല. അടിപൊളി പടം, നല്ല പടം. ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ പടം. കൊച്ചുകുട്ടിയെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും അറിയില്ലേ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു പുള്ളി. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അനിക സുരേന്ദ്രൻ, മെൽവിൻ ജി ബാബു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തുന്ന ഒരു അടിപൊളി റൊമാൻറ്റിക് മൂവിയാണ് ഓ മൈ ഡാർലിംഗ്. ഓ മൈ ഡാർലിംഗ് ഫസ്റ്റ് തുടങ്ങിയ പ്രേക്ഷകരുടെ റിവ്യൂ ആൻഡ് റെസ്പോൺസ് ചോദിച്ചു നോക്കാം. കൗമാരക്കാര് കാണേണ്ട പടം തന്നെയാണ്. പക്ഷേ പെൺകുട്ടികളുടെ അച്ഛൻ കാണേണ്ട പടമല്ല. മെസ്സേജ് എല്ലാം കൊടുക്കുന്നുണ്ടോ? ആദ്യം കണ്ടപ്പോൾ എനിക്കത് സത്യം പെൺകുട്ടി അച്ഛനെ അത് പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ലാസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അനിക സുരേന്ദ്രൻ ആപ്റ്റാണോ സിനിമയ്ക്ക്? ആപ്റ്റാണ്. മെൽവിൻ ജി ബാബുവിന്റെ ആക്ടിംഗ് എന്താണ്? അതെ, മെൽവിൻ ജി ബാബു നായകൻ. പുള്ളിയും കൊള്ളാം. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ചിരിക്കാനും ഒക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഒരു യൂത്തിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഒരു വൈബാണ് പിടിച്ചത്. പിന്നെ സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിച്ച അത്ര ഇല്ല, അതിനും കുഴപ്പമില്ല, ഒരു ആവറേജ് പടമാണ്. സിനിമയിൽ മെസ്സേജ് തരുന്നുണ്ടെങ്കിലും ഇൻട്രസ്റ്റിംഗ് മൂമെന്റ്സ് എല്ലാം ഉണ്ട്. ഉണ്ട്, അതിനനുസരിച്ചുള്ളത് ഉണ്ട്. കെമിസ്ട്രി ആൻഡ് വർക്കൗട്ട് കുഴപ്പമില്ല, എനിക്ക് അത്ര തോന്നിയില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. അവറേജ് ആവാൻ തോന്നിയ റീസൺസ് അല്ല എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ യൂത്തിൻ്റെ ആ ഒരു വൈബിൽ പടം പോയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഫാമിലി പാസം ആ ഒരു ടൈപ്പിലാണ് പോണത്. അപ്പം അതുകൊണ്ട് ഭയങ്കര ഇതൊന്നും ഇല്ല, ജസ്റ്റ് കുറെ തട്ടിക്കൂട്ടി ഇങ്ങനെ കുറെ സീൻ ഇങ്ങനെ വെച്ചാൽ അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ലാഗായിട്ട് തോന്നി, ലാഗുണ്ട്. പുതിയതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം കുറെ സീനൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് തോന്നും ആ ഇത് ഇങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകാം അടുത്തത് ഇതായിരിക്കും എന്ന് നമുക്ക് തോന്നും. കുഴപ്പമില്ല, അനിക നല്ല ആക്ടിങ് പണ്ട് അറിയാമല്ലോ. പക്ഷെ മെൽവിന് നടനെക്കാട്ടിലും നടനായിട്ട് അത്ര ഒരു ഇതില്ല. മെൽവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒരു നടന് അങ്ങനെ തോന്നുന്നില്ല. എക്സ്പീരിയൻസ് അല്ല, ആ ഒരു ഇത് ചേരുന്നില്ല. അത് ഭയങ്കര ലാഗാണ്, അത്ര കണ്ടുകൊണ്ടിരിക്കാനൊന്നും കുഴപ്പമില്ല. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് സംസാരിക്കാൻ പേടി, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കാനും പേടി. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അത് നമ്മൾ പരസ്പരം സംസാരിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ പേടി മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ പരസ്പരം സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കോൾമേറ്റ്സ്. അപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംസാരിക്കാം. അപ്പോൾ മറക്കണ്ട, ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ കോൾമേറ്റ്സ്. പഴയ പ്രേമങ്ങളൊക്കെ ഓർമ്മ വരും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ലേ, ഇത് പുതിയ പ്രേമം. എന്താണ് സിനിമ പ്രത്യേകത? ഒരു വെറൈറ്റി സംഭവം, വെറൈറ്റി ഒരു ചെറിയ ഫ്രഷ് കണ്ടന്റ് ഒക്കെ ഉണ്ട്. രണ്ടുപേരും നമ്മൾ കെമിസ്ട്രി എങ്ങനെയുണ്ട്? കെമിസ്ട്രി നന്നായിട്ടുണ്ട്. നാനിക നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മെൽവിൻ കുഴപ്പമില്ല. മുകേഷ് നല്ല കോമഡി ഉണ്ടായിരുന്നു. കോമഡി നല്ല വർക്കൗട്ട്. ഹോം മൂവിയിൽ ആ ഒരു ലെവലാണ് ഒരു സിനിമ വരുന്നത്. അല്ലല്ല, ഹോം മൂവി ലെവലൊന്നും വരത്തില്ല. റൊമാൻറ്റിക് അടിപൊളി പടം, നല്ല പടം. ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ പടം. സിനിമയുടെ കെമിസ്ട്രി വർക്കൗട്ട് കെമിസ്ട്രി നല്ലവണ്ണം വർക്കൗട്ട് ആവുന്നു. അപ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷന് പറ്റിയ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബോറായിരുന്നു കേട്ടോ. സിനിമയാണ്, ഒരുപാട് കഷ്ടപ്പാടാണെന്നൊക്കെ അറിയാം. കാണുന്ന നമുക്കും കൂടെ തോന്നണ്ടേ. ചേട്ടാ പെർഫോമൻസ് ആയാലും അതിൽ ഏക പ്ലസ് പോയിന്റ് ഷാൻ റഹ്മാന്റെ മ്യൂസിക്കാണ്. മ്യൂസിക്കും ബീജിയും ഒക്കെ നൈസായിരുന്നു. അത് മാത്രമാണ് സിനിമ ആണെന്നുള്ളൊരു ഫീൽ കിട്ടുന്നത്. ഇല്ല ചേട്ടാ, ഒരു കൊച്ചുകുട്ടിയെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും അറിയില്ലേ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു പുള്ളി. രണ്ട് മിസ്കാസ്റ്റിംഗ് ആയിരുന്നു. സ്റ്റോറി റൊമാൻറ്റിക് സ്റ്റോറിയാണ്, ഫ്രഷ് കണ്ടന്റ് അല്ല. അതല്ലേ പറഞ്ഞ ബ്രോഡാഡി ആയാലും തമാക്ക ആയാലും കണ്ടു പറഞ്ഞാൽ അതിൽ നിന്നൊരു സംഭവമാണ്. അതേപോലത്തെ ഒരു സാധനമാണ് വീണ്ടും എടുത്ത് വെച്ചിരിക്കുന്നത്. ഡിമാൻഡിങ് ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ നോർമൽ ഇപ്പം കാണിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് തോന്നിയത് അതിൽ ലാസ്റ്റ് കാണിക്കുന്ന കുറച്ച് ചെറിയ ബഡ്ജറ്റിലെടുത്ത സിനിമയാണെന്ന് തോന്നുന്നു. അതിലൊരു കണ്ടിരിക്കാം ആ ഒരു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓ മൈ ഡാർലിംഗ് സിനിമയുടെ റിവ്യൂകൾ കണ്ടു കഴിഞ്ഞാലോ. അപ്പോൾ നിങ്ങൾ സിനിമ ഉണ്ടായിരുന്നെങ്കിൽ സിനിമയുടെ ജെനുവിൻ റെസ്പോൺസിലൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.